ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും മിന്നും ജയം തന്നെയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ റെക്കോർഡ് കാണികളെ സാക്ഷി നിർത്തി എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മുംബൈയിൽ നിന്നും ജയം പിടിച്ചെടുത്തത്. അതായത് ഇതിനും വലിയൊരു ക്രിസ്മസ് സമ്മാനം നൽകാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് ഇതിലെടുത്ത് പറയേണ്ടതാണ്. ഈ ക്രിസ്മസ് രാവിൽ വിജയാഹ്ലാദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സാധിക്കുകയും ചെയ്യും. എന്തായാലും എന്നോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട് എബിൻ റോസും, ഒപ്പം തന്നെ മാത്യു വർഗീസും ചേരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ ആ പ്രഡിക്ഷൻ നടത്തിയപ്പോൾ 1-0 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നായിരുന്നു. പക്ഷേ ഇവിടെ ഡബിൾ ഗെയിം ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പക അത് വീട്ടാനുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ആ വിജയാഹ്ലാദ നിമിഷത്തിലേക്ക് ഒന്നുകൂടി പോയതിനു ശേഷം മടങ്ങിയത്. കൊച്ചിയിലെ സ്വന്തം മണ്ണിൽ 2-0 മധുര പ്രതികാരം വീട്ടുകയാണ് കേരളത്തിന്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി. ഒരു ഗോളും ഒരു അസിസ്റ്റും നൽകിയ ബോബി പെപ്രെ ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും ആവേശഭരിതമായ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരിക്കുന്നത്. എതിരില്ലാത്ത, മറുപടിയില്ലാത്ത, ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷക്കണക്കായ ആരാധകർക്ക് ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഓഫ് ലവ് ആണ്. ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഓഫ് ഹാപ്പിനെസ് ആണ്. It's full time in Kochi. It's the Kerala Blasters FC 2, Mumbai City 0. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു വിജയം തന്നെ ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് കരുതി വെച്ചിരുന്നത്. അത് അത് വീട്ടാനുള്ളതാണെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് മുംബൈയുടെ തട്ടകത്തിൽ 1-2 അന്ന് പരാജയം അറിഞ്ഞതെങ്കിൽ ഇങ്ങ് കൊച്ചിയിൽ സ്വന്തം മണ്ണിലേക്ക് വരുമ്പോൾ 2-0 എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മധുര പ്രതികാരം നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എബിൻ റോസ്, നമ്മൾ ആദ്യം ഈ മത്സരത്തിലുടനീളം പറഞ്ഞപ്പോൾ പ്രധാന കീ പ്ലേയേഴ്സായി മാറാൻ പോകുന്നത് പെപ്രയാണെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഈ മത്സരത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ആദ്യ മിനിറ്റ് മുതൽ തന്നെ പെപ്രെ അരങ്ങുവാണെന്നാണ് കാണുന്നത്. ആദ്യ 11-ാം മിനിറ്റിൽ പെപ്രയുടെ ആ ഒരു അസിസ്റ്റിലൂടെയാണ്, മനോഹരമായിട്ടുള്ളൊരു അസിസ്റ്റിലൂടെയായിരുന്നു ദിമിത്രിയോസ് അത് ഗോളിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് കാണുകയും ചെയ്യുന്നത്. ആ ഒരു ഗോൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാൻ കഴിയും. നമ്മൾ എടുത്തു പറയേണ്ടത് മാർക്കോ ലെസ്കോവിച്ച് തിരിച്ചു വരുന്നു. കൊച്ചി സ്റ്റേഡിയത്തിലെ ഗോൾ പോസ്റ്റിന് മീതെ ഒരു സൂപ്പർ നക്ഷത്രം തെളിയുന്നു. പവിത്രം, പരിശുദ്ധം, നിർമ്മലം, an immaculate moment of this game. Dimitrios Diamond the goal. It's Kerala Blasters 1, Mumbai 0. ഇവിടെ പെപ്പറയുടെ ഒരു മികച്ച ഒരു
പ്രകടനം തന്നെയാണ് ഗോളാക്കി മാറ്റിയിരിക്കുന്നത്. അവിടെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ ആ പന്തെടുത്ത് മുന്നേറുന്നു. അതിനുശേഷം തീർച്ചയായും എന്തായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ആ ഗോൾ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് കൃത്യമായ രീതിയിൽ ടാക്കിൾ ചെയ്തു, അത് ഡിമിട്രിയോസിന് കൈമാറുന്നു. അത് കൃത്യ ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് ഒരു പക്ഷേ അവരുടെ ഡിഫൻഡേഴ്സിന് അത് തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പോലും തന്നെ ബാക്കിൽ ആരും, ഗോളിക്ക് പുറകിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ നമുക്ക് എന്തായാലും അനുകൂലമായ ഒരു ഗോളായി മാറുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിങ്ങൾ അല്ല, അത് ആ ബോൾ എടുത്തതിലാണ് ഏറ്റവും വലിയ കഴിവ്. അതായത് പെപ്ര കറക്റ്റായിട്ട് ഒരു ഡിഫൻഡർ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണെന്ന് കണ്ട് അത് കറക്റ്റായിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ വിട്ട് തിരിഞ്ഞ് ടേൺ ചെയ്ത് നേരെ കട്ട് ചെയ്ത് ഇൻസൈഡ് ചെയ്യും. ഇൻസൈഡ് നമ്മുടെ പെനാൽറ്റി ഏരിയയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡിഫൻസിന് ഭയങ്കര പാടാണ്. ബാക്കിൽ നിന്ന് തട്ടിയാലോ തൊട്ടാലോ അപ്പം പെനാൽറ്റിയാണ്. അത് കറക്റ്റായിട്ട് ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് വന്നു, നേരെ നമ്മുടെ ദിമിത്രി നിൽക്കുന്നു, മൈനസ് പാസ്സായിട്ട് കൊടുക്കുന്നു. നേരെ പാരലായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഡിഫൻസ് അവിടെ നിൽക്കുകയാണ്. അത് വർക്കൗട്ട് ആവില്ല. നേരെ അത് മൈനസായിട്ട് കൊടുത്തു. ദിമിത്രി ഈസി ആയിട്ട് അത് വീണ്ടും ഒരു ബാക്ക് പാസ് കൂടെ അതിന് തിരിച്ചെടുത്ത് ഒന്ന് തട്ടി കൊടുക്കേണ്ട ആവശ്യം വന്നത്. തീർച്ചയായും നമുക്ക് അതായത് ഈ ഗോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയും. അതായത് ആ സ്ട്രൈക്കറുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, അദ്ദേഹം ബോൾ ലീവ് ചെയ്യുന്നു, കിക്ക് ടേൺ ചെയ്യുന്നു, ഇൻസൈഡ് ബോക്സിനകത്തോട്ട് കട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ അത് മനോഹരമായ ഒരു എന്താ പറയുക ഒരു സെറ്റിംഗ്. ആ സെറ്റിങ്സിന് അതിമനോഹരമായ, അതായത് ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഫിസിക്കൽ ക്വാളിറ്റി, മെൻ്റൽ സ്ട്രെങ്ത്, അതായത് ചലഞ്ചിങ്. ആ 6 യാർഡ് ബോക്സിനകത്ത് ബോൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കറേജ്, ധൈര്യപൂർവ്വം അറ്റംപ്റ്റ് ചെയ്യുന്ന ആ അറ്റംപ്റ്റിനുള്ള ഗോളാണ് ദിമിത്രിയോസിന് കിട്ടിയത്. അതുപോലെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പെപ്ര, ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉജ്ജ്വല തുടക്കം. സൈഡ് ഗ്രൗണ്ടിൽ പെനാൽറ്റിയുടെ ഉള്ളിൽ നമ്മൾ ഡിസിഷൻ ഫാസ്റ്റ് ആയിരിക്കണം. ആ ഡിസിഷൻ ഫസ്റ്റിലും ഫിനിഷിംഗ് കൂടെ പെർഫെക്റ്റ് ആയിരിക്കണം. തീർച്ചയായും അതായത് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് പെപ്ര ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. അതായത് ആ മിഡ്ഫീൽഡിൽ ലൂണ എന്തായിരുന്നു ചെയ്തിരുന്നത് അത് ചെയ്യാൻ ഒരു പക്ഷേ പെപ്ര ഇറങ്ങി വരുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അല്ല, രണ്ടും ഡിഫറൻറ്റ് ശൈലിയാണ്. അതായത് നമ്മൾ ഒരിക്കലും പെപ്രയും ലൂണയും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ പെപ്ര സെൻട്രൽ ലൈൻ അദ്ദേഹം ഹാർഡ് വർക്കിംഗ് പ്ലെയറാണ്. നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇവാനാശാൻ ഒന്നും കാണാതെ അദ്ദേഹത്തെ കളിപ്പിക്കില്ല. കാരണം അദ്ദേഹത്തിന് എന്താ ക്വാളിറ്റി ഇനി കാണാൻ കിടക്കുന്നത്. അങ്ങനെ യങ്ങാണ് അദ്ദേഹം, വളരെ യങ്ങാണ്. വരുന്ന മത്സരങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം കളിച്ച സമയം ആണ് നമ്മൾ നോക്കേണ്ടത്, മാച്ചിന്റെ എണ്ണം അല്ല. അപ്പൊ അതിവിടെ അദ്ദേഹം പ്രൂവ് ചെയ്തു. ഇനി വരുന്ന മത്സരങ്ങൾ അദ്ദേഹം കൂടുതൽ ഒരു വേറുണ്ട്. നമ്മൾ മുംബൈയിൽ നമ്മൾ തോറ്റു, അപ്പോൾ അവരെ തോൽപ്പിക്കണം എന്നുള്ളൊരു എനർജി നമ്മുടെ മൈൻഡിലുണ്ട്. പിന്നെ നമ്മൾ ലൂണേൻ്റെ ആ അത്രയും എനർജിയും കൂടെ എല്ലാവരും കൂടെ അങ്ങ് ഷെയർ ചെയ്തെടുത്തു. അതാണ് ശരിക്കും ഒരു വർക്കൗട്ട് ആയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അത് രണ്ടാമത്തെ ഗോളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇഞ്ചുറി ടൈമിലാണ്, എക്സ്ട്രാ ടൈം ലഭിച്ച ആ സമയത്താണ് പെപ്ര ഗോൾ സ്കോർ നേടുന്നത്. അതിന് കാരണക്കാരനാകുന്നത് ഡിമിട്രിയോസ് ആണ്. ആദ്യം തിരിച്ചായിരുന്നുവെങ്കിൽ പിന്നീട് തിരിച്ചു വരുന്നു. ആ രീതിയിലുള്ള ഒരു ഗോളായിരുന്നു. അത് നമുക്കൊന്നുകൂടി കാണാം. ആ ഒരു ഗോൾ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഡിമിട്രിയോസിന് കൃത്യമായ രീതിയിൽ പന്ത് കൈകാര്യം ചെയ്യുന്നു. അതിനുശേഷം അത് കൃത്യമായി ബോക്സിനുള്ളിലേക്ക് പെപ്രയ്ക്ക് അത് ഒന്ന് തിരിഞ്ഞടിച്ചാൽ മാത്രം മതി. ആ രീതിയിലേക്ക് കൃത്യമായി പാസ് ചെയ്യുന്നു. അതല്ല, ഒരിക്കലും അല്ല. കാര്യം ഒരു സ്ട്രൈക്കർ നിങ്ങൾ നോക്കുക, അവിടെ കൂട്ടം കൂടി നിന്ന് ഡിഫൻസ് ചെയ്യുന്ന ഡിഫൻഡേഴ്സിന് ഇടയിലൂടെ കൃത്യമായിട്ട് ബോൾ ട്രാപ്പ് ചെയ്ത് അതിലൂടെ ലക്ഷ്യത്തിലോട്ട് പായിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ട്രെയിനിങ് വേണം. അത് ശരിക്കും ഒരു ഡിഫിക്കൽട്ട് ആംഗിളാണ്. നിങ്ങൾ നോക്കുക, കിക്ക് ടേൺ, അതിന് ബോൾ ഇത് ചെയ്യുന്നു, നേരെ ഫിനിഷ് ചെയ്യുന്നു. ശരിക്കും ഒരു നമുക്ക് പറയാമല്ലോ ഓപ്പൺ ചാൻസ് എന്ന് പറയല്ലോ, അവരെ പ്ലേയേഴ്സിനെ മറികടന്ന ഒരു ക്ലാസ് ഗോൾ എന്ന് പറയുന്നത്. ആ ഇടയ്ക്ക് അവർ ചെയ്യാൻ പറ്റുന്നത് മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യും. ആ കാരണം വെച്ചാൽ പെപ്രയ്ക്ക് ബോൾ കിട്ടുമ്പോൾ അതൊരു ഡേഞ്ചർ പൊസിഷനല്ല. പക്ഷെ അവന്റെ ആ ക്വിക്നെസ്സും ആ ഫിനിഷിങ്ങും കറക്റ്റ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് അത് ആ ഒരു ആക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ പക്ഷേ ഡിഫൻഡർ കയറി 3 ഡിഫൻസ് അവിടെ ബാക്കിൽ നിൽക്കുകയാണ്. അതിൽ ശരിക്കും ഒരു അനുകൂലകരം എന്ന് പറയുന്നത് ഗ്രിഫിത്ത് എന്ന് പറയുന്ന സെൻട്രൽ ഡിഫൻഡർ പോയത് കാരണം അദ്ദേഹം കളിച്ചൊരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ന് മുംബൈയുടെ ഏറ്റവും വലിയൊരു ആദ്യമേ തന്നെ അവരെ ക്യാപ്റ്റനായിട്ട് വന്ന ഗ്രിഫിത്തിന് നഷ്ടപ്പെട്ടു. ഇഞ്ചുറി കാരണം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് തിരിച്ചു വരുമെന്നുള്ള അവരുടെ മനസ്സ് തന്നെ പോയി. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 65% ബോൾ പൊസിഷൻ മുംബൈക്ക് ഉണ്ടായിരുന്നു.
അവിടെ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ടീം ജയിക്കുമെന്നുള്ള ആ ഒരു 4 പേരുടെ അഭാവം നേടിച്ചു. ഒപ്പം ഈ അവർ ക്യാപ്റ്റനായിട്ട് വന്ന ആളും ഇഞ്ചുറി പറ്റി പോയി. ആദ്യത്തെ 13ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഇഞ്ചുറി പറ്റി പോകുന്നു. അല്ല അത് ഇത്രയും 4 പേരും 5 പേരും ഇല്ലായിട്ടും 65% അവരാണ് ബോൾ പൊസിഷൻ വെച്ചെന്നുള്ളതാണ്. അപ്പം നമ്മുടെ മധ്യനിരയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ നമ്മുടെ ക്യാപ്റ്റൻ എസ്കോവിച്ച് കൃത്യമായ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. 86ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ പോലും വിജയാഹ്ലാദത്തോടു കൂടിയാണ് പോകുന്നത്. അല്ല, അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അദ്ദേഹം മാച്ച് ഫിറ്റ്നസ്, അതാണ് നമ്മുടെ ഈ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഫിറ്റായിട്ടില്ല, ഫുൾ ഫിറ്റായിട്ടില്ല, അദ്ദേഹം കളിച്ച് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളാണെങ്കിൽ ഒരു സ്റ്റാർ പ്ലെയറെ ചേഞ്ച് ചെയ്യാൻ വായിക്കും നമ്മളെ കോച്ചസ്. പക്ഷേ ഇതാണ് പ്രൊഫഷണലിസവും അമച്ചറിസവും നമ്മൾ വ്യത്യാസം. അദ്ദേഹം കൃത്യമായിട്ട് അവരെ അടുത്ത കളിക്കായിട്ട് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് അതേപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്, ഡാനിഷ് ഫറൂഖി. സൂപ്പർ പെർഫോമൻസ് ആണ്. നമുക്കൊരു സമയ പരിമിതി കൊണ്ടുകൊണ്ട് തന്നെയാണ്, അതായത് വലിയൊരു വിജയം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മികച്ചൊരു വിജയം, അതും ഈ ക്രിസ്മസ് രാവിൽ മികച്ചൊരു സമ്മാനം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവാനാഷൻ സംഘത്തിനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി 27ാം തീയതി അങ്ങ് കൊൽക്കത്തയിൽ മോഹൻ ബഗാനെതിരെയാണ് അടുത്ത മത്സരം. ആ മത്സരവും നമുക്ക് തത്സമയം ന്യൂസ് 18 കേരളത്തിൽ കാണാം. ഇന്നത്തേക്ക് വിട പറയുന്നു. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു.